ഒന്ന് പറ. ഇവിടെ ഇങ്ങനെ അപ്പാച്ചി എന്നല്ലേ പറയാ, ഇവിടെ അപ്പാച്ചി എന്നല്ലേ പറയാ. ഇവിടെ നിർത്തി, മുകളിൽ നിർത്തിയിട്ട് ഇവിടെ ഒക്കെ അങ്ങോട്ട് വടിച്ചിട്ട് ഒരാൾ വെട്ടിയിട്ട് ഇവിടെ കുറച്ച് മാത്രം നിർത്തിയിട്ട് കുടുംബ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നു. നമ്മൾ അടുത്തൊക്കെ വന്നാ ഓടിക്കൂലേ? റസൂലുള്ളാഹി പറഞ്ഞു, നിഅമൽ ഫതാ, നിഅമൽ ഫതാ, എന്തൊരു നല്ല കുട്ടി, എന്തൊരു നല്ല മോൻ, എന്തൊരു നല്ല ചെറുപ്പക്കാരൻ. ഇദാലം യകുൻ ബിഹി ഖുസ്വാൻ, ആ ക്രോപ്പണ്ണില്ലായിരുന്നുവെങ്കിൽ എത്ര നല്ലവനായിരുന്നു. അയാൾ വേഗം ഓടി എന്ത് ചെയ്തു, ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു, ഏറ്റവും നല്ലവൻ ആരാണ്, ഞാനാണ്, ഇനിയിപ്പോ അതിനൊറ്റ പ്രശ്നമുള്ളൂ, എന്റെ വേഗം നന്നായി. നേരെ മറിച്ചോ മേലാളി വഴിക്കണ്ടോവരുത് എന്ന് പറഞ്ഞാല്, എന്നോട് ഒരിക്കലും നാട്ടിലേക്ക് വയലിനുണ്ടോയി, എന്താ പറയേണ്ടത് വെച്ചപ്പോ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞോളില്ല. അങ്ങനെ നിസ്കാരത്തിനെ പറ്റി നന്നായി വയലിന് പറഞ്ഞു. കുറെ ചെറുപ്പക്കാരെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. ആരെ നിസ്കാരം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ 2-3 ആള് കൂടെ വന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിച്ചുകൂടെന്ന് ചോദിച്ചു. അവരിങ്ങനെ ഒരു സൈഡിൽ എന്നെ മാറ്റിയിട്ട് പറഞ്ഞു, ഇതുപോലത്തെ ഒരു വയലിന് മുമ്പ് 4 കൊല്ലം മുമ്പും ഒരു മൂല്യർ ഇവിടെ പറഞ്ഞിരുന്നു നിസ്കാരത്തിനെ പറ്റി. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇനി എല്ലാവരും എന്ത് ചെയ്യണം, നിസ്കരിക്കണം എന്ന്. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ ളുഹറിന്റെ നേരത്തെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ജമാഅത്തിനാണ് കയറി ചെല്ലുന്നതോട് കൂടെ ജമാഅത്ത് കഴിഞ്ഞ് ഇറങ്ങി വരുന്നവര് എന്ന് പറയാൻ തുടങ്ങി എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നിസ്കരിച്ചു പോകുന്ന അവർക്ക് ഞങ്ങളെ കണ്ടിട്ട് തന്നെ ഒരു സുഖമില്ല, ഇന്ന് എന്തോ പകല് ആസ്വദിക്കുന്ന തോന്നണമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. പിന്നെ അന്ന് രാത്രി പള്ളിക്കമ്മിറ്റി കൂടിയപ്പോൾ ഹൗള് പൊളിച്ചു നന്നാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിറ്റേന്ന് ഒരു കാരണവര് പീഡിയക്കൊലമ ഇരുന്നിട്ട് പറയാണ്, നമ്മൾ എത്ര കാലമായി ഒതുണ്ടാക്കുന്ന ഒരു ഹൗളിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇവിടെ ചില ആളുകൾ പുതിയ ജമാഅത്തിന് വന്നു, അതോടുകൂടെ ആ ഹൗളും പൊളിച്ചു എന്ന് പറഞ്ഞു. അതോടുകൂടെ എന്നാ അങ്ങനെ പള്ളിന്റെ ഓരോ സൈഡ് ഞങ്ങൾ ചെന്നാ പൊളിച്ചു പോകുമെങ്കിൽ പിന്നെ ഞങ്ങളത് പോണ്ടെന്ന് വിചാരിച്ച് അന്ന് ജമാഅത്ത് നിർത്തിയതാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് എത്തിക്കാഫിനിരിക്കും, എന്നിട്ട് നാട്ടിലുള്ള എല്ലാ ഹസനും ഫിത്തിനെയും പറയും. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവര് എത്തിക്കാഫിനൊന്നും ഇരുന്നിട്ട് കാര്യമല്ല, അവർ കുത്തിമറിഞ്ഞിട്ട് കാര്യമല്ല. പുണ്യ നബി പറഞ്ഞു, ചില ആള് പള്ളിയിൽ ഇരുന്ന ദുനിയാവ് അങ്ങനെ പറയും. ഫലാ തുജാലിസുഹും, അവരൊപ്പം ഇരിക്കരുത്. അള്ളാഹ് ഈ ജാതി മുത്തഖീങ്ങളെ ഒരാവശ്യവും ഇല്ല. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ കൂടെ പോലെ ഇരിക്കരുത്. കുറച്ച് മുത്തഖീങ്ങൾ ഉണ്ടല്ലോ, എത്തിക്കാഫിന് വേണ്ടി വരും, നുണയും പറഞ്ഞ് പള്ളിയിൽ ഇരിക്കും. ആ ജാതി കൗമിന്റെ ഒപ്പം ഇരിക്കന്നെ കരുത്, നിങ്ങളെ ഈമാനും കൂടെ പോവും. ഫലാ തുജാലിസുഹും, അവരൊപ്പം ഇരിക്കരുത്. അബൂ ദാവൂദ് മുസ്തഫ നബി പറഞ്ഞു. ഹബീബ നബി ചോദിച്ചു, പലിശകളിൽ ഏറ്റവും വലിയ പലിശ ഏതാണെന്നറിയുമോ? പലിശകളിൽ ഏറ്റവും വലിയ പലിശ ഏതാണ്? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ. ഉടനെ മുസ്തഫ നബി പറഞ്ഞു, ഇസ്തിഹ്ലാലു ദമിൻ മുസ്ലിമിൻ, ഒരു മനുഷ്യനെ കുറിച്ച് അസൂയ വെച്ച് വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കലാണ്. ഇതാണ് ഏറ്റവും വലിയ പലിശ. ഹബീബാവിന്റെ ചോര കുടിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ. ധാരാളം ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല. മുസ്തഫ നബി പറഞ്ഞു, നോക്കൂ, എന്നോട് ഒരാളെ പറ്റിയും പറഞ്ഞു തരരുത്. എന്നോട് നിങ്ങൾ ഒരാളെ പറ്റിയും പറഞ്ഞു തരണ്ട. എനിക്ക് ഓരോരുത്തരും നോക്കിയാൽ അറിയുമോ അവരാരാണ്. മനസ്സിലായില്ല? റസൂൽ പറയാ, ഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമസ് സുദ്രി, നിങ്ങൾ അടുത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഹൃദയത്തിൽ ഒന്നുമില്ലാതെ വരാനാണ് എന്റെ താല്പര്യം. മനസ്സിലായില്ല? നിങ്ങൾ ഒരാളെ പറ്റി എനിക്ക് പറഞ്ഞു തരരുത്. നേതാക്കളോട് പോയിട്ട് വേറൊരാളെ പറ്റി പറഞ്ഞു കൊടുക്കൽ വളരെ മോശപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ മൊബൈലൊക്കെ വന്നതോടുകൂടിയുള്ള ഒരു ഫിത്തിനൊക്കെ എന്തോ ഒരു പ്രശ്നമാണ്. പഴയ കാലത്ത് എന്തുണ്ടായിരുന്നുള്ളൂ, തമ്മിൽ കാണണ്ടിയിരുന്നു. ഇതും വേണ്ട. ഇതിപ്പോ ആകെ എന്തായി, മൊബൈല് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒന്ന് അസൂയ പറയാന്, ഗീബത്ത്, നമീമത്തിന്. ഇതിന് ഹോൾസെയിൽ മാർക്കറ്റാണ് എന്ത്, മൊബൈൽ. ചിന്തിക്ക്. ഹബീബാ നബി പറഞ്ഞു, ഒരാളെ പറ്റിയും എനിക്ക് പറഞ്ഞു തരരുത്. ഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമു സ്വദ്രി,
ഹൃദയത്തിലൊന്നുമില്ലാതെ നിങ്ങൾ ആരെപ്പറ്റി ഒരു മുൻവിധിയുമില്ലാതെ സദസ്സിലേക്ക് കയറി വരാനാണ് എനിക്ക് താല്പര്യമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. മൻ സതറ അലാ മുഅ്മിനിന ഔറത, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു രോഗം, ഒരു ദോഷം ഒരാൾ മറച്ചു വെച്ചാൽ ഫകന്നമാ അഹ്യാ മൗദ, കുഴിച്ചു മൂടപ്പെട്ട കുട്ടിയെ ജീവിപ്പിക്കുന്നത് പോലെയാണ് മുസ്തഫ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൗഊദത്ത്, ജീവൻ, തൊബ്രാനി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ പറ്റി ഉള്ളതും പറയാതിരിക്കുക, മറച്ചു വെക്കുക. എന്നാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ ജീവിപ്പിക്കുന്നത് പോലെയാണ്. ആ കൂലി അന്ത്യനാളിൽ കിട്ടുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. لا تقاطعوا ولا تدابروا ولا تباغضوا ولا تحاسدوا وكونوا عباد الله إخوانا. صحيح البخاري. 3 ദിവസത്തേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങാൻ പാടില്ല. ഒന്ന്, ഒരുപാട് വിഷയമുണ്ട് അവിടെയൊക്കെ പറയാൻ. ഒരാള് ഇനി എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാൽ, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് പോയി എതിർ പറയണം. 3 ദിവസത്തിൽ ഒരിക്കൽ വന്നിട്ട് അയാൾ നിങ്ങളോട് പൊരുത്തപ്പെടിച്ചാൽ ഉടനെ പൊരുത്തപ്പെടണം. ആരാണോ ആദ്യം സലാം പറയാൻ ചെന്നത് അയാൾ കുറ്റത്തിന് ഒഴിവാകുമെന്ന് ഹബീബ റസൂലുള്ളാഹി. നമ്മളൊരാളും തമ്മിൽ പിണങ്ങി, പിറ്റേന്ന് രാവിലെ ഉണ്ട് നമ്മളെ വാതിലിന്റെ മുന്നിൽ അയാള്. അപ്പൊ നമ്മൾ ഭാര്യയോട് പറയും, എങ്ങനെയുണ്ട്, എനിക്കറിയാമോ നാളെ അവിടെ വരുമെന്ന്. നമുക്കല്ലേ ഇവൻ മനസ്സിലായില്ല. ഇവൻ എന്തുകൊണ്ടാ പിറ്റേന്ന് രാവിലെ ചെന്നത്? ഉറങ്ങാണല്ലോ റബ്ബേ, നിങ്ങൾക്കൊക്കെ ഈ സോക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളോട് പിണങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ അയാളെ വാതിലേക്ക് ചെന്നു, സലാം അലൈക്കും എന്ന് പറയാൻ വേണ്ടി സലാം പറഞ്ഞു, പൊരുത്തപ്പെടണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വേഗം നേരെ അപ്പുറത്ത് ഭാര്യയോട് പറയും, എങ്ങനെയുണ്ട്, എനിക്കറിയാം അവൻ ഇവിടെ രാവിലെ വരുമെന്ന് എനിക്കറിയാം, എനിക്കിതൊക്കെ കുറെ കണ്ടതല്ലേ ഞാൻ എന്ന് പറയും. സത്യത്തിൽ അവനെന്തേ രാവിലെ വന്നത്? അവന്റെ സ്വർഗം തടഞ്ഞു പോകരുത്. രണ്ടാൾ ഒരേ സമയത്ത് പുറപ്പെട്ടാൽ ശരീക്കാണ് ഫില്ലജ്രി. ഒരാൾ ആദ്യം പുറപ്പെട്ടാൽ അയാൾക്ക് കൂടുതൽ. ഒരാൾ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു, എന്നിട്ട് രണ്ടാൾ ഒരേ സമയത്ത് കണ്ടുമുട്ടാൻ വേണ്ടി പുറപ്പെട്ടാൽ രണ്ടാൾക്ക് ഒരു കൂലി. ആദ്യം ആരാണ് പുറപ്പെട്ടത് അയാൾക്ക് കൂടുതൽ കൂലി. ഒരാൾ സലാം പറഞ്ഞു, മറ്റയാൾ മടക്കിയില്ലെങ്കിൽ ഖറജൽ മുസല്ലിമു മിനൽ ഹജ്രി, വെടിഞ്ഞു എന്ന കുറ്റത്തിൽ നിന്ന് സലാം പറഞ്ഞവൻ ഒഴിവായി. ഇനി കുറ്റം മുഴുവനും മറ്റവനാവുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ, ഇത് വലിയ വിഷയമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, ഹബീബ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളലു, ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ് നബിയേ? അപ്പോൾ പറഞ്ഞു, മഹ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ. മഹ്മൂമുൽ ഖൽബും, നാവുകൊണ്ട് സത്യം പറഞ്ഞവനുമാണ് എന്ന് പറഞ്ഞു. ഏറ്റവും അഫ്ളലായ ആളാരാണ്, ഏറ്റവും നല്ലവൻ ആരാന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ സദൂഖുൽ ലിസാൻ ആരാണ്? ഞങ്ങൾക്കറിയാം, സത്യം പറയുന്നവനാണ്. എന്ന മഹ്മൂമുൽ ഖൽബി എന്നാൽ എന്താണ്? അപ്പോൾ പറഞ്ഞു, ലാ ഗില്ല വലാ ഹസദ, ഒരു പോരുമില്ല, ഒരു അസൂയയുമില്ല, ഒന്നുമില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നീളും എന്നതുകൊണ്ട് പറയാതിരുന്നത് ആ ഹദീസ്. ഒരുപാട് സ്ഥലത്തിന്റെ ആ ഹദീസ് അബൂദാവൂദിലൊക്കെ ഉണ്ട്. റസൂലുള്ള പറഞ്ഞു, ഇതിലെപ്പോഴൊരാൾ പള്ളിയുടെ ആ ഭാഗത്തേക്ക് നോക്കിക്കോളൂ, ഒരു സ്വർഗക്കാരൻ വരുമെന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കയറി വന്നു, ഇടത്തെ കയ്യിൽ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്, താടി ഇങ്ങനെ ഒഴിയുന്നുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി വരിക. അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു, ഒരു ഗ്രാമീണൻ, ഒരു സാധു. പിറ്റേ ദിവസവും ഞങ്ങൾ പള്ളിയിരുന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇതാ സ്വർഗക്കാരനെ കാണണമെങ്കിൽ കാത്തിരുന്നോളൂ, വീണ്ടും വിരുപ്പ വരുന്ന പറഞ്ഞു. അന്നും വന്നത് അയാൾ തന്നെ, പിറ്റേ ദിവസം വന്നത് അയാൾ തന്നെ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇയാളെ അമലൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അയാളോട് പറഞ്ഞു, എന്റെ ബാപ്പയും ഞാനും തമ്മിൽ ചെറിയ ഒരു തെറ്റിലാണ്, നിങ്ങൾ കുറച്ച് ദിവസം എനിക്കൊരു സൗകര്യം ചെയ്തു തരികയാണെങ്കിൽ വീട്ടിൽ താമസിക്കാൻ ആയിക്കോട്ടെ എന്നാണ്. അങ്ങനെ ആഴ്ച കഴിഞ്ഞ് അയാളെ കൂടെ പോയി. അയാൾ ഞങ്ങൾ ചെന്ന് വീട്ടിൽ ഭക്ഷണം കഴിച്ച് കിടക്കുന്നതോടുകൂടെ ഫനഫഖ, ഇയാളിങ്ങനെ ഓന്നാണ്, വലിയ ഉറക്കം. പിന്നെ ഇയാൾ എണീക്കുന്നത് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുമ്പോഴാ. തഹജ്ജുദിന് വരെ എണീറ്റില്ല. ഞാൻ എന്താ ഇയാൾക്കുണ്ടോ പറ്റിയത്, വലിയ ക്ഷീണാവെന്ന് വിചാരിച്ച് അന്ന് വിട്ട്. പിന്നെ 2-3 ദിവസം നോക്കുമ്പോഴും ഇയാളടുത്തിട്ടല്ലാത്ത ഒരു പണിയുമില്ല. എല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, എന്താ ഇയാളിങ്ങനെ, റസൂലുള്ളാഹിക്ക് പഴക്കൂലല്ലോ, ഇത് പറഞ്ഞത് ഇയാളാണല്ലോ. എനിക്ക് ഇയാളെ പറ്റി ഒരു നിസാരത്വം തോന്നി.
പിറ്റേ ദിവസം പിരിയാൻ നേരത്തെ ഞാൻ പറഞ്ഞു ലൈസ ബൈനി